ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ആർത്തവ അവധി അല്ലെങ്കിൽ മെനിസ്ട്രൽ ലീവ്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് 3 ദിവസം വരെ ആർത്തവ അവധി നൽകാനുള്ള സർക്കാർ നീക്കം പരക്കെ സ്വാഗതം ചെയ്യപ്പെടുമ്പോഴും വിയോജിപ്പുകളും ഈ വിഷയത്തിൽ ഉയരുന്നുണ്ട്. ചിലർ പറയുന്നത് ഇത് സ്ത്രീകളുടെ ആരോഗ്യത്തിനെ അംഗീകരിക്കുന്ന ഒരു വളരെ നല്ലൊരു തീരുമാനമാണെന്നാണ്. പക്ഷെ ചിലർ പറയുന്നത് അങ്ങനെ ആർത്തവം ഒരു സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്, അതുകൊണ്ട് പ്രത്യേകിച്ചൊരു അവധി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ചില സ്ത്രീകൾ പറയുന്നത് ഇത് നല്ലൊരു കാര്യം തന്നെയാണ്, പക്ഷേ എൻ്റെ സ്വകാര്യത മറ്റുള്ളവരടുത്ത് പറയുന്നത് നല്ലതല്ല, അതൊരു പേഴ്സണലായിട്ട് പറയേണ്ട ഒരു കാര്യമല്ലേ, എൻ്റെ ആർത്തവം എല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണോ, അത് നാണക്കേടുണ്ടാക്കുന്ന കാര്യമല്ലേ എന്നും പല ആളുകളും പറയുന്നുണ്ട്. അപ്പോൾ ഇതിലേതാണ് നല്ലത്? ഒരു എമർജൻസി ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇത്തരം വേദനയെടുത്ത് പല ഈ സ്ത്രീകളും വരാറുണ്ട്. ഡിസ്മെനോറിയ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ശാസ്ത്രീയമായി നോക്കിയാലും മാനുഷികമായി നോക്കിയാലും എന്തൊക്കെയാണ് ഇതിൻ്റെ പരിഹാരം എന്നുള്ളത് നമുക്ക് നോക്കാം. ചില വേദനകൾ അസഹനീയമാണ്. ഇതൊരു രോഗമല്ല, ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നടക്കുന്ന പൂർണ്ണമായിട്ടും സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു പ്രക്രിയയാണ്. ഒരു സ്ത്രീക്ക് കുട്ടിയെ ഗർഭം ധരിക്കാനുള്ള കഴിവുമായി ബന്ധപ്പെട്ട് ഒരു അത്ഭുതകരമായിട്ടുള്ള ഒരു ശാരീരിക സംവിധാനത്തിൻ്റെ ഭാഗമാണ് ഈ ഒരു മെനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആർത്തവം ഒരു ദൗർബല്യമല്ല, ഇതൊരു രോഗവുമല്ല, ലജ്ജിക്കേണ്ട ഒരു കാര്യവുമില്ല, എല്ലാ ആളുകൾക്കും ഇതിനെക്കുറിച്ച് അറിയാവുകയും ചെയ്യാം. പക്ഷെ ഇവിടെ ഒരു പ്രധാന കാര്യം കൂടെ ഉണ്ട്. ആർത്തവം സ്വാഭാവികമായിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചില ആളുകൾക്ക് വേദന ഉണ്ടാവാറില്ല. പല അനുഭവങ്ങളും വ്യത്യസ്തമാണ്. ഉദാഹരണത്തിന് ഗർഭധാരണം ഒരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ ചില ആളുകൾക്ക് അത് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ട് മാറാറുണ്ട്. ചില സ്ത്രീകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെയും വരാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ചില ആളുകൾക്ക് പ്രസവം സ്വാഭാവികമായി നടക്കാറുണ്ട്. ചിലപ്പോൾ നമുക്ക് പ്രസവം മുന്നോട്ട് പോകാതെ സിസേറിയനൊക്കെ ആവശ്യം വരും. അപ്പം അതുപോലെ ആർത്തവവും ഇതുപോലെയാണ്, സ്വാഭാവികമായി നടക്കുന്ന ഒരു കാര്യമാണ്. ചില ആളുകൾക്ക് കഠിനമായ വേദന വരാറുണ്ട്, വേദന, ക്ഷീണം, അസ്വസ്ഥത ഒക്കെ വരാറുണ്ട്. ചില ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരാറില്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് എല്ലാവരും ഒരേപോലെ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഓഫീസിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, സ്കൂളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്, കോളേജിൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അവധി കൊടുക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. കാരണം ആ ഒരു വേദനയ്ക്ക് കാരണം ആ ഒരു സ്ത്രീക്ക് അത്രമാത്രം വേദന ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ് അവധി കൊടുക്കുന്നത്. അപ്പോൾ കഠിനമായ ഒരു വയറുവേദന ഉള്ളൊരു സ്ത്രീ ആണെങ്കിൽ, നടക്കാൻ പോലും പറ്റിയില്ലാത്തൊരു സ്ത്രീ ആണെങ്കിൽ അവർക്ക് ശരിക്കും ലീവ് കൊടുക്കുന്നതുകൊണ്ട് എന്താണ് പ്രശ്നം? കാരണം ഛർദി വരാം, അമിതമായ തലവേദന വരാം, മൈഗ്രെയിൻ്റെ ഒരു അറ്റാക്ക് വരെ പല ആളുകൾക്കും ഉണ്ടാവാറുണ്ട്. ക്ഷീണം കാരണം എണീക്കാൻ പോലും പറ്റാതെ പല സ്ത്രീകൾക്കും ഉണ്ടാവാറുണ്ട്. എന്ന് പറഞ്ഞ് എല്ലാവരും അതുപോലെ അല്ല, ചില ആളുകൾക്ക് പറ്റും, അതൊരു ആളുടെ കഴിവൊന്നുമല്ല. ചില ആളുകൾക്ക് അങ്ങനെയാണ് അവരുടെ ശരീരം. അപ്പോൾ ഇത്തരം വേദനയുള്ള ആളുകൾക്ക് ശരിക്കും ഒരു പിന്തുണ നമ്മൾ കൊടുക്കണം. കാരണം വേദനയെ നമുക്ക് പുറത്തു നിന്ന് അളക്കാനായിട്ട് കഴിയില്ല. അവർ 10 ഔട്ട് ഓഫ് 10 എന്നാണ് പറയുന്നത് വേദന. അത്ര സിവിയർ പെയിൻ എന്നാണ് അവർ പറയുന്നത്. കാരണം മറ്റുള്ളവരുടെ വേദന കണ്ടു നിൽക്കുന്ന ആളുകൾക്ക് ചിലപ്പം മനസ്സിലാവും, പക്ഷെ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ എൻഡോമെട്രിയോസിസ്, അഡിനോമയോസിസ്, ഫൈബ്രോയിഡ്, PCOD പോലുള്ള പ്രശ്നമുള്ള സ്ത്രീകൾക്ക് കുറച്ചും കൂടെ പ്രയാസകരമായിട്ട് മാറും. അപ്പോൾ ഒരു ദിവസം വിശ്രമം നൽകുന്നത് നല്ലൊരു കാര്യമാണ്. കാരണം മാനുഷികമായി നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു സമീപനം തന്നെയാണ്. ഇനി നമുക്ക് ചർച്ചയുടെ ഒരു മറുവശം നോക്കാം. സ്ത്രീകൾക്ക് ഇത്തരത്തിൽ വേദന ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവർക്ക് ലീവ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ മേലുദ്യോഗസ്ഥനോട് പറയണം, അല്ലേ? അവധി വേണമെങ്കിൽ പറയണം. പക്ഷെ ആ ഒരു സ്ത്രീക്ക് അവരുടെ ആർത്തവ ദിവസം പറയാനായിട്ട് താല്പര്യമില്ല. കാരണം സഹപ്രവർത്തകർ അറിയും, ചിലപ്പോൾ അവരതിനെക്കുറിച്ച് സംസാരിക്കും, അതെൻ്റെ ഒരു സ്വകാര്യ കാര്യമാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു സ്ത്രീക്ക് പ്രയാസം തന്നെയാണ്. പക്ഷേ ആ ഒരു ആശങ്കയുടെ ആവശ്യമില്ല എന്നുള്ളതാണ് ഒരു സത്യം. കാരണം ആ ഒരു കാര്യം നോർമലാണ് എല്ലാവർക്കും. പലർക്കും രക്തസമ്മർദ്ദം, പ്രമേഹം, ഗർഭധാരണം ഒക്കെ വരുന്നത് പോലെ തന്നെയാണ് ആർത്തവവും. അതൊരു നോർമലായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി ആ വ്യക്തിക്ക് ഒട്ടും സംസാരിക്കാൻ താല്പര്യമില്ല, പങ്കുവയ്ക്കാൻ താല്പര്യമില്ലെങ്കിൽ പറയാതിരിക്കുക, വേറൊരു രീതിയിൽ ലീവ് എടുക്കാനായിട്ട് നോക്കുക. പക്ഷേ അവൾക്ക് പറയാനൊരു കുഴപ്പവുമില്ല, പറഞ്ഞതുകൊണ്ട് അവൾക്ക് ഒരു റെസ്റ്റ് കിട്ടുമെങ്കിൽ സ്ത്രീ പറയുന്നതിനാണ് നല്ലത്. ഇന്ന് പല കുടുംബങ്ങളിലും ആർത്തവത്തെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ മടിക്കാറുണ്ട്. പക്ഷേ മാറി മാറി വരുന്നുണ്ട്. ഒരു പെൺകുട്ടിക്ക് ആദ്യമായിട്ട് ശരിക്കും ആർത്തവം വന്നാൽ പോലും ചില വീടുകളിൽ അതിനെക്കുറിച്ച് സംസാരിക്കാറില്ല, അത് വളരെ രഹസ്യമായിട്ടൊക്കെ കൈകാര്യം ചെയ്യാറുണ്ട്. ഒരു പാഡ് വാങ്ങാൻ പോലും പലർക്കും ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള പല സ്ഥലങ്ങളും ഇപ്പോഴും ഉണ്ട്. वो टीवी पे आता है ना, इश्तिहार आता है, वो सफेद फ्री सैनिटरी पैड। हाँ, सैनिटरी पैड। धीरे बोलो लेडीज। സ്കൂളുകളിൽ ചില പെൺകുട്ടികൾ ഈ ആർത്തവ വേദന കാരണം ക്ലാസ്സിലൊന്ന് കിടക്കുകയോ ശ്രദ്ധിക്കാതെ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർ കുറ്റപ്പെടുത്താറുണ്ട്. അവരത് പുറത്തോട്ട് പറയാറില്ല, അല്ലേ? അതല്ലേ സാധാരണ നടക്കുന്നത്.
ഇപ്പം മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് അവർ മിണ്ടാതെ അത് സഹിച്ചിരിക്കാറുണ്ട്. അതുകൊണ്ട് ആർത്തവ അവധിയെക്കുറിച്ച് ഉള്ള ചർച്ച യാഥാർത്ഥ്യത്തിൽ അവധിയെക്കുറിച്ചുള്ള ചർച്ച മാത്രമല്ല, ഒരു സ്ത്രീകളുടെ ആരോഗ്യത്തിനെക്കുറിച്ച് സമൂഹം എത്രമാത്രം ബോധവാനാണെന്നുള്ള ചർച്ച കൂടിയാണിത്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്വാഗതാർഹമായിട്ടുള്ളൊരു ചർച്ചയാണ്. മറ്റൊരു ചോദ്യം കൂടെ പലരും ചോദിക്കുന്നുണ്ട്. പുരുഷന്മാർക്കും പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടല്ലോ, അവർക്ക് എന്തുകൊണ്ട് അവധി കൊടുക്കുന്നില്ല, പ്രത്യേക ഒരു അവധി അവർ കൊടുക്കുന്നില്ല, സ്ത്രീകൾക്ക് മാത്രം ഇങ്ങനെ അവധി കൊടുക്കുന്നത് ശരിയാണോ എന്നും ചോദിക്കുന്നുണ്ട്. ഇതും ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യം തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഗർഭധാരണവും അതുപോലെ ഇത്തരത്തിലുള്ള വേദനകളും കൂടുതലുള്ളത് സ്ത്രീകൾക്ക് തന്നെയാണ്. അപ്പോൾ ഒരേ സാഹചര്യമല്ല. ഓക്കെ, ഗർഭകാല അവധി സ്ത്രീകൾക്കാണ് പ്രധാനമായിട്ടും നൽകുന്നത്, കാരണം അവരാണ് ഗർഭം ധരിക്കുന്നത്. അപ്പോൾ അത് അവരുടെ ഒരു പ്രത്യേകതയാണ്, അവരുടെ ഒരു ആരോഗ്യ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് സെയിം ആയിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റില്ല. ചില സ്ത്രീകൾക്ക് ആർത്തവ സമയത്ത് കഠിനമായ വേദന, പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അവർക്ക് ആ ഒരു സമയത്ത് ലീവ് കൊടുക്കുന്നതിനാണ് നല്ലത്. ഇപ്പോൾ എല്ലാ സ്ത്രീകൾക്കും ആർത്തവ സമയത്ത് ജോലി ചെയ്യാൻ പറ്റില്ല എന്നല്ല, പല ആളുകൾക്കും പറ്റും. അത് അവരുടെ കഴിവുകൊണ്ടല്ല, അവരുടെ ശരീരം അങ്ങനെ ആയതുകൊണ്ടാണ്. ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് എല്ലാ ദിവസവും മികച്ച രീതിയിൽ ജോലി ചെയ്യാനായിട്ട് കഴിയും, അവർക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റും, കുടുംബം നോക്കാനായിട്ട് പറ്റും, അവരങ്ങനെ തന്നെയാണ്. പക്ഷേ ചില ആളുകൾക്ക് പറ്റില്ല. അവരെ ഒരു ദുർബലരായിട്ട് നമ്മൾ ചിത്രീകരിക്കാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ അവരുടെ ഒരു കഴിവുകേടായിട്ടോ അവരുടെ ഒരു ബുദ്ധിമുട്ടായിട്ടോ നമ്മൾ കണക്കാക്കരുത്. അവരുടെ വേദന അംഗീകരിച്ച് ആ ഒരു ദിവസം അവധി കൊടുക്കുന്നതാണ് നല്ലത്. ആർത്തവ സമയത്തുള്ള വേദന എങ്ങനെ കുറയ്ക്കാമെന്ന് പല ആളുകളും ചോദിക്കാറുണ്ട്. ആർത്തവ സമയത്ത് വേദന എങ്ങനെ കുറയ്ക്കാമെന്നുള്ള ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഗർഭാശയം ചുരുങ്ങുന്നൊരു സമയത്തുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് മിക്ക ആളുകൾക്കും ഉണ്ടാകുന്നത്. അപ്പോൾ വേദന കുറയ്ക്കാൻ സഹായിക്കുന്ന മരുന്നുകളുണ്ട്, ചില മാർഗ്ഗങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് ഹീറ്റ് തെറാപ്പി ചെയ്യാം, ചൂട് വയ്ക്കാം. വയറിൻ്റെ താഴെ ഭാഗത്തൊരു ചൂടുവെള്ളമുള്ള ബാഗ് അല്ലെങ്കിൽ ഒരു ഹീറ്റിംഗ് പാഡ് വയ്ക്കുന്നത് പല സ്ത്രീകൾക്കും നല്ലൊരു ആശ്വാസം ലഭിക്കുന്ന ഒരു കാര്യമാണ്. പല പഠനങ്ങളിലും ഇത് ചില വേദന സംഹാരികളെയും കാട്ടും ബെറ്റർ ആണെന്ന് പറയുന്നുണ്ട്, ആശ്വാസം നൽകുന്നൊരു മാർഗ്ഗമാണ്. അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ മിക്ക ആളുകളും ചെയ്യുന്നുണ്ടാവും. നടത്തവും ലഘുവ്യായാമങ്ങളും വേദന ഉള്ളപ്പോൾ നല്ലതാണ്. കിടക്കയിൽ മാത്രം ഫുൾ ടൈം കിടക്കുന്നത് നല്ലൊരു പരിഹാരമല്ല. ലഘുവായിട്ടുള്ളൊരു നടത്തം, സ്ട്രെച്ചിങ്, യോഗ പോലുള്ള എൻഡോർഫിൻ വർദ്ധിപ്പിക്കുന്ന വ്യായാമങ്ങൾ ചെയ്യുന്നത് വേദന കുറയ്ക്കാൻ സഹായിക്കുമെന്ന് പല പഠനങ്ങളിലും തെളിയിച്ചിട്ടുണ്ട്. മതിയായിട്ടുള്ള വെള്ളം കുടിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്വിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. ചില സ്ത്രീകൾക്ക് ബ്ലോട്ടിങ്ങും അതുപോലെ പല ബുദ്ധിമുട്ടുകൾ ഈ സമയത്തുണ്ടാകും, അത് വേദന കൂട്ടും. ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നത് ഈ സമയത്ത് വളരെയധികം സഹായകരമാണ്. അതുപോലെ ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ്. ഉറക്കക്കുറവുള്ളവർക്ക് വേദന വളരെ മോശമാകാറുണ്ട്. ആർത്തവ ദിവസങ്ങളിൽ നല്ല ഉറക്കം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ കഫീൻ, അതുപോലെ ചായ, കാപ്പി പോലുള്ള സാധനങ്ങൾ ചില സ്ത്രീകളിൽ അമിതമായി കഴിഞ്ഞാൽ പ്രശ്നമുണ്ടാകും. കാരണം എനർജി ഡ്രിങ്ക്സ് ഒക്കെ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ വേദനയും അസ്വസ്ഥയും വർദ്ധിപ്പിക്കാം. അപ്പോൾ അത് മാക്സിമം കുറയ്ക്കുക. മെഗ്നീഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക. നട്ട്സ്, പംകിൻ സീഡ് പോലുള്ള വിത്തുകളും ഇലക്കറികളും കൂടുതൽ കഴിക്കുന്ന പല സ്ത്രീകളിലും മസിൽ റിലാക്സേഷന് ഹെൽപ്പ് ചെയ്യും, അതുപോലെ വേദന കുറയ്ക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കുന്ന വേദന സംഹാരികൾ വേണമെങ്കിൽ കഴിക്കാം. ഇപ്പോൾ ബ്രൂഫിനോ അല്ലെങ്കിൽ നാപ്രോക്സിൻ, പാരസെറ്റമോൾ പോലുള്ള ഗുളികകൾ നമുക്ക് കഴിച്ചാലും ഈ വേദന ആ സമയത്ത് കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പം പലരും പല രീതിയിലാണ് ഈ വേദന കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഡോക്ടറോട് സംസാരിച്ചതിന് ശേഷം അവർക്ക് പറ്റിയ ഒരു കറക്റ്റായിട്ടുള്ളൊരു പ്ലാൻ റെഡിയാക്കി എടുക്കുക. പല സ്ത്രീകളും ഇതൊരു സാധാരണ വേദനയാണെന്ന് കണക്കാക്കി വർഷങ്ങളോളം ഗൈനക്കോളജിസ്റ്റൊന്നും കാണിക്കാതിരിക്കാറുണ്ട്. നമ്മൾ നോക്കേണ്ടത് ചില കാരണങ്ങൾ കൊണ്ടും ചില അസുഖങ്ങൾ കൊണ്ടും ഇത്തരത്തിൽ വേദന ഉണ്ടാവും. എല്ലാ മാസവും ശക്തമായ വേദന വരുന്നുണ്ട്, സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് നിങ്ങൾ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുക. അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിനിടയ്ക്ക് വേദന ഉണ്ടാകുന്നു, വന്ധ്യത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വയസ്സ് കൂടുന്തോറും വേദന വർദ്ധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചെക്ക് ചെയ്യണം. കാരണം എൻഡോമെട്രിയോസിസോ അഡിനോമയോസിസോ ഫൈബ്രോയിഡ് പോലുള്ള പ്രശ്നങ്ങളാവും. അത് തുടക്കത്തിലെ ചികിത്സിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ഒരു പ്രശ്നത്തിലോട്ട് എത്തില്ല. അപ്പോൾ അതൊന്ന് നേരത്തെ കണ്ടെത്തുക. ഓക്കെ, ഇപ്പോൾ ഈ ഒരു വീഡിയോയുടെ സന്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ. ആ ഒരു വേദന ചെറിയൊരു വേദന അല്ല, ആർത്തവം പക്ഷെ ഒരു രോഗമായിട്ട് കണക്കാക്കരുത്. ആർത്തവ വേദനയെ സാധാരണമായിട്ട് കണക്കാക്കുകയും ചെയ്യരുത്. ഓക്കെ, അവർ ജീവിതം മൊത്തം അവർ സഹിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം അതിനൊരു പിന്തുണ നമ്മൾ കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്തത്. പ്രധാനമായിട്ടും ഈ ആർത്തവ സമയത്ത് എങ്ങനെ നമുക്ക് വേദന കുറയ്ക്കാമെന്നുള്ള ഒരു കാര്യം കൊണ്ട് എനിക്ക് ഈ സമയത്ത് പറയണമെന്ന് തോന്നി. ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പല ആളുകൾക്കും ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്.